ഹായ് ഹലോ നമസ്കാരം. വെൽക്കം ടു റിവ്യൂ വിത്ത് കരൺ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ആടുജീവിതം എന്ന സിനിമയെക്കുറിച്ചാണ്. ഞാൻ ഇന്നലെയാണ് പടം കണ്ടത്. ഇന്നലെ നൈറ്റ് ഷോയ്ക്കാണ് പോയത്. ഞാൻ ഇന്നലെ രാത്രി തന്നെ വന്ന് റിവ്യൂ ചെയ്ത് വെക്കണം, രാവിലെ പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചാണ്. മൂവിയുടെ ഇമ്പാക്റ്റ് കാരണമാണ് എനിക്ക് പറ്റാത്തത്. ഇപ്പോഴും ആ പടത്തിൻ്റെ ഇമ്പാക്റ്റ് മൈൻഡിൽ നിന്ന് പോയിട്ടില്ല. ബ്ലസ്സി സർ, യു ഹാവ് ഡൺ എ വണ്ടർഫുൾ ക്രാഫ്റ്റ്. ഒരു രക്ഷയില്ലാത്ത പടം. ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞ് നമ്മൾ പല പടങ്ങളും കണ്ടിട്ടുണ്ട്. ദിസ് ഇസ് ദ റിയൽ ഹിസ്റ്റോറിക് മൂവി. അങ്ങനെ ഒരു സ്ഥലത്ത് ഇത്രയും എന്താ പറയുന്നത്, ഇമ്പാക്റ്റ് തരുന്ന അല്ലെങ്കിൽ ഇമോഷണൽ ട്രീറ്റ് തരുന്ന ഒരു പടത്തിനെ കുറിച്ച് എഴുതി വെക്കണമെങ്കിൽ ദിസ് ഈസ് ദ മൈൽ സ്റ്റോൺ. ദിസ് മൂവി ഈസ് എ ജം എന്നൊക്കെ പറയാം. ബ്ലസ്സി എന്ന ഡയറക്ടറിൻ്റെ കഴിവ് 100% പടത്തിലുണ്ട്. ഒരു പടത്തിന് വേണ്ടി 16 വർഷം വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുന്നത്, അതൊക്കെ ഒരു ഡെഡിക്കേഷൻ ലെവല്. അതിനെക്കുറിച്ച് ആ ലെവലൊക്കെ താണ്ടി ഒരുപാട് മേളിൽ പോയി ആണ് പടം ചെയ്തേക്കുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ പുള്ളി പടത്തിന് വേണ്ടി പുള്ളിയുടെ ബോഡിയുടെ അടുത്ത് ചെയ്ത ഒരു ക്രൂരതയാണ്, അങ്ങനെയാണ് ഫീൽ ചെയ്തത്. എന്തൊരു ഡെഡിക്കേഷനാണ് ആ മനുഷ്യൻ്റെ. ഈ പടത്തിലൊരു ഷോട്ടുണ്ട്, സ്പോയിലറായിട്ട് ഞാൻ പറയുന്നില്ല. മരുഭൂമിയിൽ ഒരുപാട് നാൾ കഴിഞ്ഞ് നജീബിൻ്റെ ഒരു ഷോട്ടുണ്ട്. അതൊരു മൂവിങ് ഷോട്ടാണ്. ആ ഷോട്ട് സാധാരണ ഇമോഷണലി കുറച്ച് വൾണറബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ആ ഷോട്ട് കണ്ടിരിക്കാൻ പറ്റില്ല. അത്ര ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ഷോട്ടാണ്. ആ ഷോട്ടിൽ, ആ ഒരു സിംഗിൾ ഷോട്ടിൽ അറിയാം പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി പടത്തിന് വേണ്ടി എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സഹിക്കാൻ പറ്റില്ല. അത്ര ഒരു ഫീലായിരുന്നു. ആ കൂടെ ചെയ്തേക്കുന്ന പയ്യ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജിമ്മി ജെൻ്റെ ഇതിലെ ഒരു പാർട്ട്, അത് ഭയങ്കര രസമാണ്. ജിമ്മീൻ്റെ അത് പുള്ളി ചെയ്തേക്കുന്ന നമുക്ക് കുറച്ച് എന്താ പറയുക, നോർമൽ അല്ലാത്ത രീതിയിലൊരു ഫീല് പുള്ളിയുടെ ക്യാരക്ടറിൽ നിന്ന് ഇങ്ങനെ, ആ ഒരു വൈബ്രേഷൻ പുള്ളിയുടെ ക്യാരക്ടറിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു ആളിതിൽ എടുത്തു പറയാനുള്ളത് എ ആർ റഹ്മാൻ സർ. പല സ്ഥലങ്ങളിലും മൂവി കുറച്ച് നമുക്ക് ബ്ലാക്ക് ഔട്ട് ആവൂ, ഒന്ന് സ്ലോ ആവൂ എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ച് തുടങ്ങുമ്പം പുള്ളിയുടെ മാസ്റ്റർ പീസ് സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ബാക്ക് ടു ബാക്ക്. ആ പടത്തിനെ ലിഫ്റ്റപ്പ് ചെയ്യുന്നതും ഇമോഷണലി ഡൗൺ ആക്കുന്നതും നമ്മളെല്ലാത്തിൻ്റെയും പിറകിൽ പുള്ളിയുടെ ആ മ്യൂസിക്കിൻ്റെ എഫക്റ്റ് ഭയങ്കരമായിട്ട് പടത്തിലുണ്ട്. ആ പാട്ടൊന്നും എൻ്റെ പൊന്ന് 100% തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഫോണില വേറെ ടി വിയിലാന്ന് വിട്ട് കണ്ടിട്ട് കാര്യമൊന്നുമില്ല. പടം തിയേറ്ററിൽ പോയി തന്നെ കാണണം. തിയേറ്ററിൽ പോയി ഈ പടം നമ്മൾ പോയിരുന്ന് കണ്ട അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഒരു പ്രവാസി വീട്ടിലുള്ള ഒരാൾക്കത് 100% റിലേറ്റ് ചെയ്യാൻ പറ്റും പല സിറ്റുവേഷൻസും. അതുപോലെയാണെന്നല്ല, പക്ഷെ അവരുടെ അവിടുത്തെ ജീവിതമായിട്ട് 1% ബന്ധമില്ലാതിരിക്കുമല്ലോ നമ്മുടെ ഒരു പ്രവാസിയുടെയും ജീവിതം, അല്ലേ? ഇറ്റ്സ് എൻ അമേസിങ് മൂവി. ഇതിലൊരു ഷോട്ടുണ്ട്, വേറൊരു ഷോട്ടിൻ്റെ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ ഒരു ഷോട്ട് സ്പോയിലർ അല്ലാതെ ഞാൻ പറയാം. ജിമ്മി ജെൻ ഇതിലൊരു സ്ഥലത്ത് ഒന്ന് ഡെസേർട്ടിൽ കൂടെ നടന്നിട്ട് തിരിച്ചു വരുന്നത്, അങ്ങനെ പറയുന്നുള്ളൂ, നടന്നിട്ട് തിരിച്ചു വരുന്നൊരു ഷോട്ടുണ്ട്. ഒരു മിഡ് റേഞ്ച് ഷോട്ട് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും കൈയുടെ മൂവ്മെൻറ്റ് വെച്ച് എത്ര സ്റ്റെപ്പ് അയാൾ നടന്നിട്ട് അങ്ങോട്ട് മുമ്പോട്ട് എത്ര സ്റ്റെപ്പ് അല്ലെങ്കിൽ തിരിച്ചെത്ര സ്റ്റെപ്പ് നടക്കും നമുക്ക് കാണാൻ പറ്റും. തിരിച്ച് അയാൾ നടന്ന മിഡ് റേഞ്ച് വെച്ചേക്കുന്ന ഷോട്ടിലെ സ്റ്റെപ്പിൻ്റെ കൗണ്ടും അടുത്ത ഷോട്ട് ഹെലിക്യാമിൽ വെച്ചേക്കുന്ന അയാളുടെ ഫുട് പ്രിൻറ്റും ഒരേപോലെ. അയാൾ എത്ര സ്റ്റെപ്പ് ആ മിഡ് റേഞ്ച് ഷോട്ടിൽ നടന്നു, ആ സ്റ്റെപ്പിൻ്റെ കൗണ്ട് എടുത്ത അടുത്ത ഹെലിക്യാം ഷോട്ടിൽ അയാൾ വെച്ച അതേ സ്റ്റെപ്പിൻ്റെ കൗണ്ടും പ്രിൻറ്റും ഡെസേർട്ടിൽ കാണാം.
എന്തൊരു ഡീറ്റെയിലിംഗ് ആണ് മനുഷ്യ. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലാത്ത പടം. പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഒരാളുടെ കരിയറിലെ ബെസ്റ്റ് ഫിലിം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആടുജീവിതം. നമുക്ക് നടന്മാരുണ്ട്, നമുക്ക് ഒരുപാട് നടന്മാരുണ്ട് മലയാള സിനിമയിൽ. ഞാനല്ലാതെ വേറെ ആരും ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല എന്നൊരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് വെച്ചിട്ട് പോയേക്കുന്ന പോലെയാണ് പുള്ളി അഭിനയിച്ച് വെച്ചേക്കുന്നത്. വേറൊരാൾക്കും ചെയ്യാൻ പറ്റൂല. എത്ര കോടി കെട്ടിയ നടന്മാർ വന്നാലും ചെയ്യാൻ പറ്റൂല, ഈ വേഷം ചെയ്യാൻ പറ്റൂല. നജീബായിട്ട് പൃഥ്വിരാജിനെ സെലക്ട് ചെയ്തതാണ് ഈ പടത്തിൻ്റെ ഒരു 30% വിജയം. അതാണ് ആ മനുഷ്യൻ കൊടുത്ത എഫേർട്ട് എന്ന് പറയുന്നത്. അങ്ങനത്തെ എഫേർട്ടാണ്. ടൊവിനോ ഒരു സ്റ്റേജിൽ പറഞ്ഞൊരു ഡയലോഗുണ്ട്, പുള്ളി ചെയ്തേക്കുന്ന പണി കാണുമ്പോഴത്തേക്ക് പുള്ളിയുടെ അടുത്ത് ആരാധന തോന്നുന്നു. അത് തന്നെയാണ് എനിക്ക് ഉണ്ടായത്. പുള്ളി ഇതിൽ ചെയ്തേക്കുന്ന പണി കണ്ടപ്പോഴത്തേക്ക് ശരിക്കും ഇത്ര നാളുണ്ടായിരുന്ന ആ ഒരു ഫീലല്ല ഇപ്പോൾ പൃഥ്വിരാജ് സുകുമാർ എന്ന് പറയുന്ന വ്യക്തിയെടുത്തുള്ളത്. ഇറ്റ്സ് വെൻ ഫാർ ബിയോണ്ട്. അത്ര ഒന്നും പറയാനില്ല, വാക്കുകളില്ല. എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം, തിയേറ്ററിൽ പോയി തന്നെ പടം കാണണം. ഫസ്റ്റ് ഹാഫിൽ പോലുമേ നമുക്ക് ഒരു എന്താ പറയുക, നമുക്കൊരു ഓക്കെ ഇങ്ങനെ സംഭവിക്കാൻ പോണു, ഇങ്ങനെ നടക്കാൻ പോണു എന്ന് നമ്മൾ വിചാരിക്കുന്ന പല സ്ഥലങ്ങളും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടാണ് പ്ലസി സാർ ചെയ്തു വെച്ചേക്കുന്നത്. പല സിറ്റുവേഷനും എക്സ്ട്രാ ഓർഡിനറി, നമുക്ക് കൊള്ളുന്ന പോലെ, നമുക്ക് ഇമോഷണലി നമ്മളെ എടുത്തിട്ട് ഇങ്ങനെ കളിക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഈ പടം ഒരു വിഷ്വൽ ട്രീറ്റ് അല്ല, ഈ പടം ഒരു ഇമോഷണൽ ട്രീറ്റാണ്, ഒരു ഇമോഷണൽ ക്രാഫ്റ്റാണ് ഈ പടം. അമല പോൾ ഭയങ്കര രസമായിട്ട് ചെയ്തു, ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് പടത്തിൽ. കുറച്ച് പോർഷൻസേ ഉള്ളെങ്കിലും ഭയങ്കര രസമായിട്ടുണ്ട്. ആ പോർഷൻസ് ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയാനാണെങ്കിൽ ഇൻ്റർവെൽ ആവുന്നതിന് മുമ്പ് പടത്തിലൊരു രംഗമുണ്ട്. ആ ഒരു ഷോട്ട് മനസ്സിന്ന് പോവാത്തൊരു ഷോട്ടാണ്. ഇടവേള എന്ന് എഴുതി കാണിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു ഷോട്ട് ഒരു രക്ഷയില്ല പടം. ആ ഷോട്ടൊരു വല്ലാത്തൊരു ഫീലാണ് പടത്തിൽ. നമ്മൾ ആ ഇൻ്റർവെല്ലിൽ കഴിയുന്നത് വരെ വല്ലാത്തൊരു മൂഡിൽ അങ്ങനെ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടാകാൻ വേണ്ടി ഇരുന്നു പോയി. പിന്നൊരു കാര്യം പറയാനുള്ള പടത്തിൻ്റെ സൈലൻസുകൾ. നമ്മൾ ഒരു പടത്തിൽ BGM കൊടുക്കും, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുമ്പോഴത്തേക്ക് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പടത്തിൽ വല്ലാത്ത സിറ്റുവേഷൻസിൽ ഭയങ്കരമായിട്ടൊരു ഇമ്പാക്റ്റ് കൊടുക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ, കറക്റ്റല്ലേ? പക്ഷെ ഈ പടത്തിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലാത്ത സിറ്റുവേഷൻസ് പ്ലെയിൻ ആയിട്ട് ഓഡിയോ ബ്ലാങ്ക് ആയിട്ട് ഇട്ടേക്കുന്ന സ്ഥലങ്ങളുണ്ട്. ആ ബ്ലാങ്ക് ആയിട്ട് ഇട്ടേക്കുന്ന സ്പോട്ടിൽ പോലും ഭയങ്കര ഫീലാണ്. ആ സ്ഥലത്ത് ബ്ലാങ്ക് ആയിട്ട് ഇട്ടത് നന്നായി എന്ന് നമുക്ക് തോന്നുന്ന സ്ഥലങ്ങളുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുന്നു. മലയാളികളായിട്ട് ഇരുന്നിട്ട് ആടുജീവിതം കണ്ടില്ലെങ്കിൽ പിന്നെ എന്തോന്ന് മലയാളിയുടെ പോയി പടം കാണണ്ടേ പിള്ളേരെ. കിടിലം വർക്കാണ്. നിങ്ങൾ കൊടുക്കുന്ന പൈസക്ക് ഇൻറ്റു ടൺ വർത്താണ്. ദാറ്റ്സ് മൈ വേർഡ്. ബ്ലസ്സി എന്ന ഡയറക്ടറിനോട് താങ്ക് യു സോ മച്ച് ഫോർ ക്രിയേറ്റിംഗ് ദിസ് മച്ച് ഓഫ് എ ക്വാളിറ്റി സ്റ്റഫ് ആൻഡ് താങ്ക്സ് ഫോർ ഷോയിങ് ദാറ്റ് ടു അസ്. ആൻഡ് താങ്ക് യു സോ മച്ച് പൃഥ്വിരാജ് സുകുമാരൻ. ആൻഡ് ആ കൂടെ അഭിനയിച്ച പയ്യൻ, അവൻ 100% മരിച്ചങ്ങ് അഭിനയിച്ച്. കൂടെ ഈ പുള്ളിക്കാരനല്ലേ അഭിനയിക്കുന്നത്, മരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ, പൊളി മോനപ്പൊളി, ഒരു രക്ഷയില്ല. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. സോ തിയേറ്ററിൽ പോയി പടം കാണാം. ഇതിവിടെ അങ്ങ് നിൽക്കൂല,
ഇതിവിടെ എങ്ങനെ നിൽക്കൂല. അപ്പം ഓക്കെ, സി യു ഓൺ നെക്സ്റ്റ് review. Until then, it's me, Karan. Bye bye.